ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മക്കളെ സ്കൂളിൽ വിടാനായിട്ടുള്ള ആയത്തമ്മ എല്ലാ ജോലിയും നോക്കാൻ തുടങ്ങി. രാവിലെ എഴിച്ച് എൻ്റെ മോൻ പാല് കൊണ്ടുവന്ന് പാലിന് ഞാൻ അടുപ്പിൽ വെച്ച് ചായ ഇടാനായിട്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഈ കത്തരിക്ക കൊണ്ട് അവർക്കൊരു ചോറ് റെഡിയാക്കാൻ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കത്തരിക്ക ചോറും റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ കത്തരിക്ക ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നമ്മളെ വീട്ടിൽ വിളഞ്ഞ കത്തരിക്കയാണ്. ഈ കത്തരിക്ക നമ്മളെ വീട്ടിലുണ്ട്. നമുക്കിതെങ്ങനെ ഒന്ന് റെഡിയാക്കണം നോക്കാം. ചോറും റെഡിയായി. നമുക്ക് കത്തരിക്കയ്ക്ക് ഞാൻ എണ്ണ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കത്തരിക്ക ഞാൻ വിരവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ട് ഒരു പുരട്ടി നമുക്കൊന്ന് എടുക്കാം. എന്തൊക്കെ ഇട്ട് വിരവി എന്നാൽ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മാത്രം ഇട്ട് ഇതിന് ഞാൻ വിരവി എടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റാവുന്ന പുരട്ടിയെടുക്കാം. ലേസാവുന്ന വാടിയ ഉടനെ നമുക്ക് ഇതിനൊരു മസാല കത്തരിക്കയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ട സൂപ്പറായ ഇതിൽ ഞാൻ എന്തൊക്കെ ചേർത്തെന്ന ഒരു സ്പൂൺ അരിപ്പൊടി, ഒരു സ്പൂണ് പരിപ്പ് വറുത്തത്, ഒരു സ്പൂണ് ഉഴുന്ന് വറുത്തത്, ഇത്രയും ഞാനിന്ന് ചാലിച്ചെടുത്തിട്ടുണ്ട്. അതിലിത്തിരി കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. കത്തരിക്ക ഏതാണ്ട് നമുക്കൊന്ന് വെന്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഈ പൊടികൾ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ട് ഒരു മറി കൂടെ നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. കണ്ട നമുക്ക് ഈ സ്റ്റേജിലൊന്ന് കിട്ടി. എനിക്കൊന്ന് നമുക്ക് കത്തരിക്കയ്ക്ക് നമുക്കിത് കടുവെല്ലാം പൊട്ടിച്ച് മുളകൊക്കെ ഇട്ട് കരിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് അതിന് നമുക്ക് ഉള്ളി ഞാൻ സവാള ഉള്ളി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ലൈറ്റാവുന്ന മൊരിയിച്ചെടുക്കാം. അതിനാവശ്യത്തിനുള്ള ഇത്തിരി ഉപ്പ് ഞാനിട്ട് കൊടുത്ത് കത്തരിക്കയ്ക്കുള്ള ഉള്ളി നല്ലവണ്ണം നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കത്തരിക്കയിലൂടെ നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ മൊരിച്ച ഉള്ളി ഇതിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. എന്താ നല്ലവണ്ണം നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ചോറിനൊന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കാം. ഇത് ഇവർക്കൊന്നും ഈ കത്തരിക്ക ഇഷ്ടമേ ഇല്ല. നമ്മളപ്പോൾ ഇതിന് നമ്മളെ വീട്ടിൽ റെഡിയായി ഇതിനെങ്ങനെ നമ്മൾ ഇവർക്ക് റെഡിയാക്കി കൊടുക്കും? ഇതിനൊരു ഐഡിയ ആണിത്. ബിരിയാണി പോലെ കത്തരിക്ക ചോറ് നമുക്ക് റെഡിയായിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി അവർക്ക് എടുത്തിട്ടുണ്ട്. ഈ ചോറിന് കറി വേണ്ട, മാങ്ങാ കറി ആയതുകൊണ്ട് ഉടനെ അവർക്ക് മാങ്ങാ കറി വേണം. മാങ്ങ ചമ്മന്തിയും എടുത്തിട്ടുണ്ട്, സ്നാക്സിന് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കൂട്ടാൻ മറക്കണ്ട. താങ്ക് യു.